മക്കളെ, അപ്പം നമ്മുടെ +1 ബയോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഇത് ഇവിടെ വെച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ എൻ്റെ കുട്ടികൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ഒരു ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ വേണ്ടി നോക്കുക. ആൻഡ് ഇതിൽ ഏതെങ്കിലും പറയുന്ന ഭാഗങ്ങളൊന്നും നിങ്ങൾക്ക് ഒന്നും കിട്ടണില്ല, മനസ്സിലാവുന്നില്ല എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ മക്കളെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഇനി പബ്ലിക് എക്സാമിനെങ്കിലും വരാതിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതലൊക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഉള്ള ചാപ്റ്റേഴ്സ് ബേസ്ഡ് ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇവിടെ വർഷം നോക്കിക്കഴിഞ്ഞാൽ 2017, 18, 19, 22, 23, 24 റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗ്ലൂക്കോസിന്റെ സിന്തസിസ് എങ്ങനെയാണ് നടക്കുന്നത്, നമ്മുടെ ഡാർക്ക് ഫേസിലുള്ള ആ ഒരു റിയാക്ഷൻ. സോ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഇതിന്റെ 3 സ്റ്റേജസ് ഏതൊക്കെയാണ്, 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ആരാണ് പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ, ഏതാണ് ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ്, ഏതാണ് ഫസ്റ്റത്തെ എൻസൈം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ചോദ്യം വരാം. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് C4 പാത്വേ റിലേറ്റഡ് ആയിട്ടും ചോദ്യം വരാറുണ്ട് കേട്ടോ. ഈ 2 സാധനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു ചാപ്റ്ററിൽ. പിന്നെ അടുത്തതാണ് നമ്മുടെ ഫോട്ടോസിന്തസിസും നിങ്ങൾക്ക് അതേപോലെ തന്നെ സെൽ ഡി യൂണിറ്റ് ഓഫ് ലൈഫിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ഡയഗ്രാം ആണ് നമ്മുടെ ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഡയഗ്രാം. നിങ്ങൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആയിരിക്കും. ഇതിൽ നമ്മുടെ ആ ഒരു ഗ്രാന സ്ട്രോമ ഒക്കെ ലേബൽ ചെയ്യാനും പിന്നെ എവിടെയാണ് ലൈറ്റ് റിയാക്ഷൻ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചോദ്യം വരാനും ചാൻസ് ഉള്ളതാണ്. സോ ഇത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മുടെ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. അതായത് നമ്മുടെ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. ഈ ഒരു തിയറിയുടെ നിങ്ങൾക്ക് ആ ഒരു പിക്ചർ തന്നിട്ട് നിങ്ങൾക്ക് ആ തിയറിയുടെ സ്റ്റേജസ് എഴുതാൻ വേണ്ടി പറയാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ കോൺട്രാക്ഷൻ നടക്കുമ്പോഴും റിലാക്സേഷൻ നടക്കുമ്പോഴും ഈ ഒരു ഫിലമെന്റ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എ ബാൻഡിലും അതേപോലെ തന്നെ ഐ ബാൻഡിലൊക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. മയോസിൻ ഫിലമെന്റും ആക്റ്റിൻ ഫിലമെന്റും ഒക്കെ ലേബിൾ ചെയ്യാൻ വേണ്ടി ചോദിക്കാം. മസിൽ കോൺട്രാക്ഷന്റെ സ്റ്റെപ്സ് എഴുതാൻ വേണ്ടി പറയാം. ആ രീതിയിലൊക്കെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ നമ്മുടെ എക്സ്ക്രീഷന്റെ ചാപ്റ്ററിൽ ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വർഷം കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത്രയും തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട്. അതായത് നമ്മുടെ നെഫ്രോൺ ആണല്ലേ. അപ്പോൾ ഇതിൽ നമ്മുടെ മാൽപീജിയൻ ബോഡി മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഇനി അതല്ല നെഫ്രോണിന്റെ ഡയഗ്രാം വെച്ചിട്ട് നിങ്ങൾക്ക് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ അടയാളപ്പെടുത്താൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ യൂറിൻ ഫോർമേഷന്റെ സ്റ്റെപ്പ് ചോദിക്കാം. ഈ രീതിയിലൊക്കെ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ചോദ്യം വരാം കേട്ടോ. പിന്നെ നമ്മുടെ 5ാമത്തെ ആള് ഇത് നമ്മുടെ ബയോമോളിക്യൂൾസിന്റെ ചാപ്റ്റർ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ 2018, 19, 24 ചോദ്യം വന്നിട്ടുള്ളതാണ് നമ്മുടെ എൻസൈംസിന്റെ ഏരിയ. ഇത് ലോക്ക് ആൻഡ് കീ മെക്കാനിസം ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മുടെ എൻസൈമിന്റെ ആക്ഷൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാൻ വേണ്ടി പറയാം. വിത്ത് ഡയഗ്രാം അല്ലെങ്കിൽ വിത്തൗട്ട് ഡയഗ്രാം ഒക്കെ വരാം. ആ എൻസൈമിന്റെ ഏരിയയിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻസൈംസ്, അതുപോലെ തന്നെ ഫാക്ടേഴ്സ്, നമ്മുടെ ആ ഒരു ഗ്രാഫ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിലൊക്കെ നിങ്ങൾക്ക് ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ നമ്മുടെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ഈ ഒരു വർഷത്തിന്റെ ഈ നിര ഇങ്ങനെ പോകുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു കുഞ്ഞു ചാപ്റ്ററാണ്. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ, കുറച്ച് ഭാഗങ്ങളെ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്മുടെ പ്രോ മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് ഇതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള 2 സ്റ്റേജുകളാണ് ഇത്. ഈ 2 പിക്ചേഴ്സ് നോക്കിയിട്ട് അതിന്റെ 2 കീ ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടി പറയാം. റീസെന്റ് ഇയേഴ്സ് ആയിട്ട് ടീലോഫേസും കണ്ടുവരുന്നുണ്ട്. ഇനി പ്രോഫേസിന് ചോദിച്ചു കൂടായികയില്ല. അതുപോലെ തന്നെ മിയോസിസിലെ പ്രോഫേസ് 1ന്റെ 5 സബ് സ്റ്റേജസും എക്സാമിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമ്മുടെ 7ാമത്തത് സെൽ ഡി യൂണിറ്റ് ഓഫ് ലൈഫിൽ നമുക്കൊരു 3 മാർക്കിനൊക്കെ ചോദ്യം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത് 2017, 18, 19, 22, 23 വന്നിട്ടുള്ളതാണ്. നമ്മുടെ ആ ഒരു പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ, ആരാണ് ഈ മോഡൽ പ്രപ്പോസ് ചെയ്തത്, ഈ മോഡലിന്റെ പേരെന്താണ്, പ്ലാസ്മ മെംബ്രെയിൻ്റെ മെയിൻ കോമ്പോണൻസ് എന്തൊക്കെയാണ്, പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, ഓക്കെ 2 ടൈപ്പ് ഓഫ് പ്രോട്ടീൻസ് എന്തൊക്കെയാണ്, ഈ രീതിയിലൊക്കെ ഇവിടെ നമുക്ക് ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ നമ്മുടെ 8ാമതായിട്ട് നമ്മുടെ ഹ്യൂമൻ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഈ 4 വർഷങ്ങളിൽ. ഇപ്പം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസും വർഷങ്ങളും പ്രീവിയസ് 6 ഇയേഴ്സിൽ റീസെന്റ് ആയിട്ട് ചോദിച്ചതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. 6 ഇയേഴ്സ് ഓർ 7 ഇയേഴ്സിലാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ബേസിൽ നിങ്ങൾക്ക് ഈ ഒരു ഹാർട്ടിന്റെ ഡയഗ്രാം വെച്ചിട്ട് ചോദ്യം വരാം. ചേംബേഴ്സ് ലേബിൾ ചെയ്യാനും, വാൽവുകൾ ലേബിൾ ചെയ്യാനും, പിന്നെ നമ്മുടെ ആ ഒരു SA നോഡ് AV നോഡ് ലേബിൾ ചെയ്യാൻ, ആ ഒരു ഫ്ലോ ചാർട്ട് എഴുതാൻ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ ECG
പ്രധാനപ്പെട്ടതാണ്. പിന്നെ 9ാമതായിട്ട് നമ്മുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ആ ടൈപ്സ് ഓഫ് നമ്മുടെ എസ്റ്റിവേഷൻ നമുക്ക് ചോദിക്കാറുണ്ട്. അതിൽ നമുക്ക് വാൽവേറ്റഡ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ്, വെക്സിലറി, ഇതേപോലെ തന്നെ ആ ടൈപ്സ് ഓഫ് പ്ലാസന്റേഷൻ, ടൈപ്സ് ഓഫ് ഇൻഫ്ലോറസൻസ്, പിന്നെ നമ്മുടെ വീനേഷൻ അവിടെ നിന്നൊക്കെ വരാറുണ്ട്. പക്ഷേ ഇത് കുറച്ച് കൂടുതലായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓവറിൻ്റെ പൊസിഷൻ ബേസിലുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ, എപ്പിഗൈനസ്, ഹൈപ്പോഗൈനസ്, ആ ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 10ാമതായിട്ട് മിസ് നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ C4 പ്ലാന്റ്സ്, C4 പ്ലാന്റ്സിൻ്റെതും C3 പ്ലാന്റ്സിൻ്റെയും കമ്പാരിസൺ ചോദിക്കാറുണ്ട്. C4 പ്ലാന്റ്സിൻ്റെ സ്പെഷ്യൽ ലീഫ് അനാറ്റമി ചോദിക്കാറുണ്ട്. എന്തുകൊണ്ട് ഇവർക്ക് ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. സോ ഇത്രയുമാണ് നമുക്കൊരു 10 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് എടുക്കാൻ വേണ്ടി പറഞ്ഞാലുള്ളത്. ബാക്കിയുള്ളതൊന്നും അതിനർത്ഥം പ്രധാനപ്പെട്ടതല്ല എന്നല്ല. അപ്പോൾ ബാക്കിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ എൻ്റെ കുട്ടികൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് കറക്റ്റായിട്ട് എൻ്റെ കുട്ടികളെ അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി യൂസ്ഫുൾ വീഡിയോസ് നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് കാണുക, കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.